നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ, കുശലനായ, സാമർഥ്യത്തിലൂടെ, നയത്തിലൂടെ എന്നും നേടിത്തരുന്ന ബുധൻ, മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ 12 രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. വചനം ജ്ഞാനം ഇന്തോസ്തനൂജ, ഇന്തോഹോ തനൂജ. ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം, വാക്കാകുന്നു, ജ്ഞാനം അറിവാകുന്നു. അതിന് പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുരന്മാരെയും അനന്തരവന്മാരെയും ഒക്കെ ചിന്തിക്കുന്നത്. ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗാംബ്ലറാണ്. ഏത് ഗ്രഹത്തിനോട് കൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും. 12 ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് 12 ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 8ാം ഭാവം, അഷ്ടമം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ്. അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധിനകെ വികലക്ഷണ. ദൃഷ്ടികൾക്ക് വൈകല്യം, കണ്ണുകൾക്ക് വൈകല്യം വരിക, സന്താന വിഷയങ്ങൾക്ക് ക്ലേശമുണ്ടാക്കുക. പക്ഷേ 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒരൊറ്റ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ആ ഫലം? വിശ്രുത ഗുണാഹ. പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സുഹൃക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും. മറിച്ച് നീചരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ, ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ്. അത് അങ്ങേറ്റം ദുർബലമായി 8ൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല. അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ലാഭമൊക്കെ വെള്ളത്തിലായി പോകും. വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീചസ്ഥനായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം. യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ്. എപ്പോഴാണ് ബുധൻ വരുന്നത്? 1201 തുലാമാസം 7-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 24-ാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത്? ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു. തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ്. ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ്. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ. അതുമാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, മേടവൃശ്ചിക രാശികളിൽ ബുധൻ്റെ ആശ്രയഫലം അത്ര ഗുണമല്ല. ദ്യൂതാന പാനരത നാസ്തിക ചോര നിസ്വഹ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ അസത്യരജഹ കുജക്ഷേ. കുജൻ്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ ന, അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല, അദ്ദേഹം അസത്യരഥനാണ്. അയാൾ കളവ് പറയുന്ന വ്യക്തിയായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു. ആ ശ്ലോകത്തിൻ്റെ അവസാനം അതാണ്, അസത്യരഥ കുജക്ഷേ. ദ്യൂത അന്ന പാന രഥ. ദ്യൂതം എന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ്, ഗാംബ്ലിംഗ് ആണ്. അന്നപാനരതിഹി, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഇതിൽ ഭയങ്കരം താല്പര്യമുണ്ടാവുക. നാസ്തിക ന അസ്ഥി നാസ്തിക, ആസ്തികത്വമില്ലാത്ത അവസ്ഥ, ദൈവവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരിക. ചോര നിസ്വഹ നിർഗതം സ്വം യസ്യസഹ, താൻ ഈ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ചീട്ടുകളി, മുച്ചീട്ടുകളി, അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക, ഗാംബ്ലിംഗ്, ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തൻ്റെ ധനം കൈവിട്ടു പോകും. കുസ്ത്രീക, കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള അടുപ്പമുണ്ടാവുക. ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ, അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം, ആശ്രയഫലം ഗുണപരമല്ല. അതിനാൽ നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ 12 രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു നഃ പരസ്പരം ഭാവയന്ത ശ്രേയപരം അവാപ്സ്യത.
സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും. ഏതായാലും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. എത്ര കാലമാണ് ഈ ബുധൻ ഉള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം. തുലാമാസം 7-ാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക മാസം 7-ാം തീയതി വരെ, അതായത് ഒക്ടോബർ 24 മുതൽ നവംബർ 24 വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട്. പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ. അതിനാൽ ഈ ബുധൻ്റെ ശുഭാശുഭഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ ഭാഗ്യാധിപനായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. 2 ഭാവങ്ങളുടെ ആധിപത്യമുണ്ട്. ഒന്ന് ഭാഗ്യഭാവം, മറ്റൊന്നോ വൈകല്യഭാവം. ശാരീരികമായ ക്ലേശങ്ങൾ, അരിഷ്ടതകൾ. നല്ല ഭാവമല്ല 12-ാം ഭാവാധിപത്യം. ആ ഗ്രഹവും 12-ാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വയും ബുധനും കൂടിയുള്ള കോമ്പിനേഷനിൽ പലപ്പോഴും സ്കിൻ പ്രോബ്ലങ്ങൾ, ത്വക് രോഗങ്ങൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഡൈ ചെയ്യുന്നവർക്കൊക്കെ മൂക്കിലൂടെ ഇതിൻ്റെ ശ്വാസം വരുമ്പോൾ വലിയ ശ്വാസം മുട്ടലുണ്ടാകാം. അല്ലെങ്കിൽ പലപ്പോഴും ഷേവ് ചെയ്യുമ്പോൾ അവിടെ മുറിഞ്ഞ് അല്ലെങ്കിൽ ഡൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് മുഖത്ത് കറുത്ത പാടുകൾ വരാം. ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ ബുധൻ ഭാഗ്യാധിപനാണ്. ആ ഭാഗ്യാധിപൻ ചൊവ്വയോടുകൂടി യോഗം ചെയ്യുന്നുണ്ട്. പലപ്പോഴും നന്നായി സംസാരിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഈ ബുധൻ വളരെ സഹായിക്കും തുലാം രാശിക്കാരെ. ദേവബ്രാഹ്മണ സാധു പൂജന രഥ എന്നൊരു ഫലമാണ് തുലാം രാശിക്കാർ. ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ്. അതിനാൽ പലപ്പോഴും നന്നായി സംസാരിച്ച് യാത്ര ചെയ്ത് വളരെയധികം പേരും പ്രശസ്തിയും ഉണ്ടാക്കാം. ഈ ബുധൻ ഉണ്ടാക്കും, ഒരു സംശയവുമില്ല. ഭാഗ്യാധിപനാണ് വാക്സ്ഥാനത്ത് നിൽക്കുന്നത്. വെറും ചൊവ്വയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ നല്ല വാഗ്മിത്വം ഉണ്ടാകും. പലപ്പോഴും വക്കീലന്മാർക്ക് കേസ് ജയിക്കാൻ, അല്ലെങ്കിൽ അപ്രകാരം തന്നെ വ്യാപാരികൾക്കൊക്കെ തന്നെ വാക്കിലൂടെ എങ്ങനെയുണ്ടാകാം തൻ്റെ കർമ്മമേഖല എത്രത്തോളം നന്നാക്കാം. അത് മതപ്രഭാഷകരാകാം, പ്രചാരകന്മാരാകാം. ഇവർക്കൊക്കെ തന്നെ ഈ ഒരു സമയത്ത് വിദേശത്ത് സഞ്ചരിച്ച് തുലാം രാശി ചരരാശിയാണ്. അതിലൂടെ വളരെയധികം അനുകൂല സ്ഥിതി കൈവരുത്തുവാൻ കഴിയുന്നതാണ്. ചമത്കാരി ചിന്താമണിയിൽ ബുധൻ 2-ൽ വരുമ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ധനേ ബുദ്ധിമാൻ ബോധനെ ബാഹുദേശ. 2-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ ബുദ്ധിമാൻ അങ്ങേറ്റം ബുദ്ധിയെ പ്രകടിപ്പിക്കുന്നു. ബാഹുതേജസ്, തൻ്റെ ബാഹുക്കൾക്ക് വളരെയധികം കരുത്തുണ്ടാകുന്നു. സഭാസംഗതോ ഭാസതേ വ്യാസേവ. സദസ്സിൽ വ്യാസനെപ്പോലെ അയാൾ ശോഭിക്കുന്നു. ഈ ബുധന് മൗഢ്യമില്ല, സദസ്സിൽ ശോഭിക്കും തുലാം രാശിക്കാർ, ഒരു സംശയമില്ല. നല്ല ടീച്ചേഴ്സ്, നമ്മൾ തങ്ങളുടെ വിശ്വാസങ്ങളെ അന്യ ദേശങ്ങളിൽ എത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. സഭാസംഗതോ ഭാസതേ വ്യാസ. സദസ്സിൽ വ്യാസനെപ്പോലെ ശോഭിക്കുന്നു, മഹാപണ്ഡിതനാകുന്നു. പൃഥുദാരത കൽപ്പവൃക്ഷ തത്വൽ. കൽപ്പവൃക്ഷം വരെ തൻ്റെ ഔദാര്യ ഗുണം കാണിക്കും. ധാരാളം ചാരിറ്റികൾ അദ്ദേഹം ചെയ്യും. ബുധേസ്തൂയതേ, പണ്ഡിതന്മാർ തന്നെ അങ്ങേയറ്റം പുകഴ്ത്തും. ഭോഗത ഷൽപ്പതയും, ഒരു പൂമ്പാറ്റയെ പോലെ അയാൾ ഭോഗസുഖങ്ങൾ അനുഭവിക്കും. പലപ്പോഴും രതിസുഖം അനുഭവിക്കാൻ, മെറ്റീരിയലായ സുഖങ്ങൾ അനുഭവിക്കും. ദ്യൂതാന്ന പാരത നാസ്തിക ചോരനിസ്സ കുസ്തിക കൂടക അസത്യത കുജക്ഷേ. അസത്യരഥ കുജക്ഷേ. ദ്യൂത അന്ന പാനരതി ഗാംബ്ലിംഗ് ആണ്, ചൂതുകളിയാണ് പഴയകാലത്ത്. അതിനാൽ പലപ്പോഴും ഗാംബ്ലിങ്ങുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ചൊവ്വയും ബുധനും കൂടി വരുമ്പോൾ അതൊരു വ്യാപാരമാകാം. അന്നപാനരതി, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങിനോട് താല്പര്യം. നാസ്തിക, ദൈവവിശ്വാസം അങ്ങേറ്റം ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ള സമീപനത്തിൽ വിശ്വസിക്കും. ചോരഹ, പലപ്പോഴും കളവ് പറയും, തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്ന അവസ്ഥ വരും. നിസ്വഹ, പലപ്പോഴും വ്യാപാരത്തിലൊക്കെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. കുസ്ത്രീക കൂടകൃത് അസത്യത കുജക്ഷേ. കുസ്ത്രീകങ്ങൾ, ചീത്തയായ സ്ത്രീകളുമായുള്ള സഹവർത്തിത്വം വരും. അസത്യരഥ, അസത്യത്തിൽ രതി ഉണ്ടാവും. കൂടകൃതാണ്, പലപ്പോഴും അസന്മാർഗപരമായ കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ധാരാളം പേരെ കാണാം. ദുർമന്ത്രങ്ങളൊക്കെ ചെയ്ത് അതിലൂടെ കാശുണ്ടാക്കുക. പലപ്പോഴും തിരുമേനിമാർക്കൊക്കെ ന്യായമാർഗത്തിൽ സഞ്ചരിക്കാതെ കാശുണ്ടാക്കാനൊക്കെ ഈ ബുധൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടെ അങ്ങേറ്റം ബുധനെ സപ്പോർട്ട് ചെയ്യാൻ ചൊവ്വയുമുണ്ട്. കാശ് 500 രൂപ ലോട്ടറി കിട്ടിയാൽ പലപ്പോഴും 5000-ൻ്റെ ലോട്ടറി ആഗ്രഹിച്ച് വാങ്ങുന്നവരൊക്കെ എനിക്ക് ധാരാളം പേരെ കാണും. ശ്രദ്ധിക്കുക. ഗാംബ്ലിങ്ങിലൊക്കെ ശ്രദ്ധാപൂർവം കരുക്കൾ നീക്കുക. നന്ദി, നമസ്തേ.